സോ ഇനി റോൾസ് ഓഫ് അഡ്മിഷൻ കൗൺസിലർ. ഒരു അഡ്മിഷൻ കൗൺസിലറിന്റെ റോൾസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റണം. എന്ന് പറയുമ്പം നമ്മളെ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്തിട്ട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റണം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓരോ പ്രാവശ്യം പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് ടീം മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടും സുപ്പീരിയേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടും റൈറ്റ് ആയിട്ട് എല്ലാ മീറ്റിംഗ്സിലും പോയിട്ട് അത് നമ്മൾ തന്നെ അപ്ഡേറ്റ് ആയിരിക്കണം. കാരണം ഇപ്പം ഒരു എക്സാംസ് വന്നിട്ടുണ്ട് പുതുതായിട്ട്. ഇപ്പൊ ഒരു PSC ബേസ്ഡ് ടെക് ബ്രാൻഡ് ആണെങ്കിൽ ആ എക്സാം ഏതാണെന്നും അത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എല്ലാം നമ്മൾ ആ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പം തന്നെ അത് ടീം മെമ്പേഴ്സിന്റെ കൂടെയും സുപ്പീരിയേഴ്സിന്റെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് തന്നെ ഇരിക്കണം. സോ സ്റ്റുഡൻസ് ഇരിക്കുമ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആകത്തില്ല സ്റ്റുഡൻസിനായാലും. ഈവൻ നമ്മളെ ബ്രാൻഡിന് അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇമ്പാക്ട് ലോങ് ടേമിൽ വലുതായിരിക്കും. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുക. സോ ദാറ്റ് പുതിയ എക്സാംസ് വരുന്നതും അല്ലെങ്കിൽ പുതിയൊരു കോഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി അല്ല. സോ ദാറ്റ് സ്റ്റുഡൻസിന് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് കൊടുക്കുമ്പം അവർക്ക് നമ്മളെ ഇച്ചിരി അപ്പീലിംഗ് ആവും. അത് നമ്മളുടെ പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ സെയിൽസിലായാലും ടാർഗറ്റ്സിലായാലും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആസ് എ ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതി അവരെ അസിസ്റ്റ് ചെയ്യുക. അസിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാനായാലും വെബ്സൈറ്റ് ത്രൂ ആയാലും അത് എങ്ങനെ ചെയ്യണമെന്നും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും അത് എങ്ങനെയൊക്കെ അവർക്ക് കിട്ടും, അതിനുവേണ്ടി എന്തൊക്കെ സ്കിൽസ് ഉണ്ട് എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനും ഡൗട്ടിൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു പേഴ്സൺ ഓഫ് കോൺടാക്ട് ആണ് നമ്മളാവുന്നത്. അപ്പം നമ്മളത് ആ രീതിയിൽ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിന് നേരത്തെ തന്നെ ഡോക്യുമെന്റേഷൻസും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ SOPs നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു നല്ല റോളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ലീഡ്സിന്റെ കൺവേർഷൻ നമ്മളുടെ ലീഡ്സ് ആക്കി മാറ്റാം. നമുക്ക് ഒത്തിരി ലീഡ്സ് അവർ തരും, നമ്മൾ തന്നെ ലീഡ്സ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് സ്റ്റുഡൻസ് ഫെയർ എന്ന് പറയുമ്പോൾ ജോബ് ഫെയർസ് അല്ലെങ്കിൽ നമുക്ക് കോളേജ് സെഷൻസ് അങ്ങനത്തെ ഒരു ഓൺലൈൻ സെഷൻസ് അവിടെയൊക്കെ നമുക്ക് നമ്മളൊരു പേഴ്സണാലിറ്റിനെ ഷോക്കേസ് ചെയ്തിട്ട് അവർ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടാക്ടിക്സും എക്സ്പെരിമെന്റ്സും നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ആസ് റോൾസ് കയറുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് ഉണ്ടാവണം. അതേപോലെ നമുക്ക് കേസ് സ്റ്റഡീസ് ഉണ്ടാവണം. പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത് റോൾ പ്ലേ എക്സസൈസസ് ആണ്. റോൾ പ്ലേയിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഒരു അഡ്മിഷൻ കൗൺസിൽ റൂൾസ് ഒക്കെ നമുക്ക് പൊതുവെ ഇന്റർവ്യൂസിന് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനോട് പറയുന്നത് മിറർ ട്രെയിനിങ് ചെയ്യാനാണ്. സ്ക്രിപ്റ്റ്സ് അവർ തന്നെ ബിൽഡ് ചെയ്തിട്ട് അവർ തന്നെ ട്രെയിൻ ചെയ്യണം. ഹലോ, എൻ്റെ പേര് മനു എന്നാണ്, ഞാൻ ഇന്ന അക്കാഡമി എന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലീഡ് ഉണ്ടായിരുന്നല്ലോ, അപ്പം ഇങ്ങനെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇപ്പോഴാണോ പഠിക്കുന്നത്, അങ്ങനെ നമ്പർ ഓഫ് ചോദ്യങ്ങൾ ചോദിച്ചു. അത് മിറർ ട്രെയിനിങ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ടൊക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റോൾ പ്ലേയിങ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. റോൾ പ്ലേയിങ് 2-3 രീതിയിലാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് മിറർ ട്രെയിനിങ് ചെയ്യാം. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ അവരൊരു തേർഡ് പാർട്ടി എന്നുള്ള രീതി, അവരൊരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അവരുടെ നമ്മളെടുത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരെ നമ്മൾ ഇൻട്രസ്റ്റ് ആക്കുന്നു. അത് നമുക്ക് വേണമെങ്കിൽ വാം ലീഡ്, ഹോട്ട് ലീഡ് അല്ലെങ്കിൽ കോൾഡ് ലീഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആള് കോൾഡ് ലീഡ് എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് സംസാരിക്കുക. എനിക്ക് വേണ്ട വേണ്ട. അപ്പം ആ നെഗറ്റീവ്സിനൊക്കെ എന്തുകൊണ്ട് എങ്ങനെ ഇങ്ങനെ ആ ചോദ്യങ്ങൾ റൈറ്റ് ആയിട്ട് ചോദിച്ചിട്ട് സോൾവ് ചെയ്യുക. ഹോട്ട് ലീഡ്സ് ആയാലും വാം ലീഡ്സ് ആയാലും അതെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം അല്ല. നമ്മൾ ഈ റോൾ പ്ലേയിങ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മൾ ചെറുതായിട്ട് റോൾ പ്ലേ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ദാറ്റ് വേ എന്താവും നമ്മൾ പ്രാക്ടീസ് എടുക്കും. സോ വൺസ് നമ്മൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയാലും ഈവൻ ഇപ്പൊ ജോബിലുള്ളവരല്ല ഇതൊന്നും ചെയ്യുമ്പോൾ നമുക്ക് സ്കിൽസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് കേസ് സ്റ്റഡി അനാലിസിസ്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്ടെക് ബ്രാൻഡിലോ കേസ് സ്റ്റഡീസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക, പിയേഴ്സിനോട് പറയുക, ടീം മെമ്പേഴ്സിനോട് പറയുക. നല്ല നല്ല കേസസ് വരുമ്പോൾ എന്ന് പറയുമ്പം ഓരോ സിറ്റുവേഷൻസ് ഉണ്ട് വിച്ച് ആർ ഹാർഡ്. അതൊക്കെ എങ്ങനെയാണ് പിയേഴ്സ് സോൾവ് ചെയ്തത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? ബിക്കോസ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യലി ഒരു സെയിൽസ് ഡൗൺ ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. സെയിൽസ് ഇൻഡസ്ട്രി ഞാൻ ഒന്നും കൂടെ പറയാം, ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ളതും ഏറ്റവും ഗ്രോത്ത് ഉള്ളതും ആസ് എ പേഴ്സൺ നമുക്ക് വൺസ് ഒരു നല്ല സ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും നമ്മൾ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിരിക്കും. നമ്മളുടെ റോളാണ് എൻജിൻ ഓഫ് ദ ബിസിനസ്. സോ നമുക്ക് നല്ല സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു ഹൈ പേയിങ്
സാലറി ഉള്ള ഹൈ പേയിങ് ഇൻസെന്റീവ്സ് ഉള്ള പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ബ്രാൻഡുകളെ വളർത്താം, അത്ര നമുക്കും വളരാം. മനസ്സിലായില്ലേ? സോ സെയിൽസ് സ്കിൽസിന് ഇതൊക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അതൊരു എഡ്ടെക് ബ്രാൻഡിൽ ഒരു അഡ്മിഷൻ കൗൺസിൽ എന്നുള്ള റോളിൽ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പിയർ ഫീഡ്ബാക്കും അതുപോലെ അവരുടെ ഇവാലുവേഷനും ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ പോരായ്മകളെല്ലാം ഇംപ്രൂവ് ചെയ്യുക. കാരണം ഒരു ഫ്രഷർ ആയാലും ഈവൻ എക്സ്പീരിയൻസ് ആൾക്കാരായാലും അവരെപ്പോഴും പുറകിലാണ്, ടാർഗറ്റ്സിലായാലും സെയിൽസിലായാലും. സോ അത് പയ്യെ പയ്യെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബിൽഡ് ആവുന്നതനുസരിച്ച് ഇൻഡസ്ട്രി നോളജ് വരുന്നതനുസരിച്ച് നമ്മൾ ഗ്രോ ആവും. മനസ്സിലായില്ലേ? സോ അതിനുവേണ്ടി നമ്മൾ ആക്റ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് അതിന്റെ റിസോഴ്സസ് ഉണ്ട്. ഇല്ലെങ്കിൽ ബ്രാൻഡുകൾ തന്നെ ആ റിസോഴ്സസ് ബിൽഡ് ചെയ്ത് വെക്കണം. കാരണം ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് എന്നുള്ള റോൾ ഉണ്ട്. ഉറപ്പായിട്ട് അവർക്ക് വേണ്ടിയുള്ള ലൈബ്രറി ഉണ്ടാക്കി വെക്കണം. വീഡിയോസ് ആയിട്ടും PDF ആയിട്ടും SOPs ആയിട്ടും ഞങ്ങളുടെ കയ്യിലും ഉണ്ട്, ഞങ്ങളത് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു വാണ്ട് ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഞങ്ങളുടെ വർക്ക്ഷോപ്സ് സെമിനാർസ് അറ്റൻഡ് ചെയ്യുക, അല്ലെ വേറെ ബ്രാൻഡുകൾ സെമിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുക. അതുപോലെ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങളിവിടെ കൗൺസിലേഴ്സ്, ടെലിസെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അവിടെ നെറ്റ്വർക്ക് ചെയ്യാം. മറ്റ് ബ്രാൻഡുകളൊക്കെ എങ്ങനെയാണ് സെയിൽസ് ചെയ്യുന്നതും അവരുടെ പൈപ്പ് ലൈൻ എങ്ങനെയാണെന്നും അവരുടെ സ്ട്രാറ്റജീസ് എങ്ങനെയാണെന്നും അവിടുത്തെ ടീം മെമ്പേഴ്സ് എങ്ങനെയാണ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ത്രൂ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ അതിൽ നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഇൻഡസ്ട്രിയിൽ. മറ്റേ ഇൻഡസ്ട്രീസ് ഇതേപോലെ തന്നെയാണ്, പക്ഷെ ഇതിൽ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യണം. ബിക്കോസ് ആരും ഇതങ്ങനെ പറയാറില്ല. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു എത്തിക്കൽ കൺസിഡറേഷൻസ്, കോൺഫിഡൻഷ്യാലിറ്റി, ഇംപാർഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, കംപ്ലൈൻസ്. ഈ 4 ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലീഡിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും അവർ പറയുന്ന കാര്യങ്ങൾ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യരുത്. കാരണം ചിലപ്പോഴൊക്കെ സ്റ്റുഡൻസ് ആയാലും എല്ലാവരും ഓപ്പൺ അപ്പ് ആവും. വൺസ് ദേ ട്രസ്റ്റ് യു, അവർ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത്, അവരുടെ ഫാമിലി സിറ്റുവേഷൻ ആയാലും അവരുടെ മെന്റൽ ഇഷ്യൂസ് ആയാലും അവരുടെ ഫിയർ ആയാലും. അപ്പൊ നമ്മൾ അതൊന്നും ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഉറപ്പായിട്ട് അത് ഒരു വാലിഡ് പോയിന്റ് ആയിട്ട് അവർക്ക് വേണ്ടി ഗൈഡ് ചെയ്ത് അവരെ നമ്മളുടെ പ്രോഗ്രാം അവർക്ക് റൈറ്റ് ആണെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഒരിക്കലും അത് വേറെ ഒരാളുടെ അടുത്ത് പറയുക, അത് ത്രൂ അത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒരിക്കലും വരാൻ പാടില്ല. സോ കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇംപാർഷ്യൽ ആവരുത്. ഒരാളെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഒരിക്കലും നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ ഒന്നും പാടില്ല. പിന്നെ ഇന്റഗ്രിറ്റി, നമ്മളെ ബ്രാൻഡിന്റെ അടുത്ത്, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്തും ആ ഒരു ഇൻഡസ്ട്രിയുടെ അടുത്തും നമ്മൾ ഇന്റഗ്രിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ അത് ലീഗൽ അല്ലാത്ത കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നമ്മൾ ഇരിക്കരുത്. സോ നമ്മളെ ക്യാരക്ടറിനെയും ഈവൻ ആ ബ്രാൻഡിനെയും ഒത്തിരി രീതിയിൽ എഫക്ട് ചെയ്യും. അതുപോലെ കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെങ്കിൽ ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുക. ഓക്കെ, അത് ഈ ഒരു ജോബ് റോൾ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളാണ് ലീഡ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ലീഡ്സ് നമുക്ക് ഒത്തിരി രീതിയിൽ മിസ്യൂസ് ചെയ്യാം. ഈ ലീഡ്സിലുള്ള കോൺടാക്ട്സ് നമുക്ക് ഒത്തിരി രീതിയിൽ മിസ്യൂസ് ചെയ്യാം. ഇതൊക്കെ മിസ്യൂസ് ചെയ്താൽ നമ്മൾ തന്നെ ഒത്തിരി ജെപ്രഡിയിൽ വരും. എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. കാരണം നമ്മൾ ലീഗലി ഒത്തിരി ഹാസിൽ വരും, നമുക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. സോ എപ്പോഴും ഒരു പ്രൊഫഷണൽ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ബ്രാൻഡിനെ വളർത്താനും നിങ്ങൾ വളരാനും നോക്കുക. സോ ടെക്നോളജീസ് ഉപയോഗിക്കുന്നതിനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എല്ലാം എങ്ങനെ ഉപയോഗിക്കണമെന്നും സോഷ്യൽ മീഡിയാസ് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതുപോലെ തന്നെ പേജസിന്റെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും എങ്ങനെ നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയാലും എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്സ്ആപ്പ് ആയിരിക്കും ആസ് എ കൗൺസിലർ നിങ്ങളുടെ അടുത്ത സെറ്റ് ഓഫ് ടൂൾസ്. പിന്നെ വേറെ ഒന്ന് നിങ്ങൾ ഗൂഗിൾ മീറ്റ് സെഷൻസ് ഒക്കെ ആയിരിക്കും. അവിടെയൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം, എങ്ങനെ അതൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യണം, എങ്ങനെ അവിടെ പ്രസന്റ് ചെയ്യണം, എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഔട്ട്റീച്ച്, വിർച്വൽ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ ഓൺലൈൻ സെഷൻസും മീറ്റിംഗ്സും എല്ലാം നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. പിന്നെ അനലിറ്റിക്സ്, ഡാറ്റ അനലിറ്റിക്സ്, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ ഒരു എത്ര സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങളുടെ പൈപ്പ് ലൈനിൽ, എത്ര പേര് ക്ലോസ് ആവും, എത്ര വാം ലീഡ്സ് ഉണ്ട് എന്ന് എപ്പം അവരെ കോൺടാക്ട് ചെയ്യണം, CRMs എങ്ങനെ ഉപയോഗിക്കണം, ടെലികോളിംഗ് സോഫ്റ്റ്വെയർസ് എങ്ങനെ ഉപയോഗിക്കണം, എല്ലാം വാട്സ്ആപ്പ് ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് യു ആർ എ ഹെഡ് ഓഫ് അതേഴ്സ്, എല്ലാവരെക്കാൾ ഇച്ചിരി കൂടി ഫ്രണ്ടിൽ. കാരണം നിങ്ങൾ ഉദ്ദേശം ഈ കരിയറിൽ ഗ്രോ ആവുക, അറിയപ്പെടുന്ന ഒരു കരിയർ കൗൺസിലർ ആവുക, സെയിൽസ് ഹെഡ് ആവുക എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പൊ ഇത് വന്നേക്കുന്നത്. സോ കൺക്ലൂഷൻ എന്ന് പറയുമ്പം ഒരു കോംപ്രഹെൻസീവ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് ചെയ്യുക, റോൾ പ്ലേയിങ് എക്സസൈസസും കേസ് സ്റ്റഡീസും ഹാൻഡ്സ് ഓൺ ലേണിംഗും ചെയ്യുക, എത്തിക്കൽ ഗൈഡൻസിനെ പറ്റി ഞാൻ പറഞ്ഞു. സോ ഇനി നിങ്ങൾക്ക് ആസ് എൻ HR ജീനി ഞങ്ങളുടെ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാം.
ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ടൈപ്പ് ഡൗൺ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ഇനി ഞങ്ങൾ എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ളതും ഉറപ്പായിട്ടും പറയുക. ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ബേസ്ഡ് വീഡിയോസ് ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് യുവർ സപ്പോർട്ട് ഇസ് റിയലി നീഡഡ്. സോ ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.